Anywhere you go, anywhere you go, you belong. MJ ബസറ്റ് സംവിധാനം ചെയ്ത് 2012 ഇറങ്ങിയ ഒരു കാനഡ, ഫ്രാൻസ്, ജപ്പാൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് സൈലന്റ് ഹിൽ റിവീലേഷൻ. ഈ ചിത്രം 2 ഭാഗങ്ങളായിട്ടാണ് ഇറങ്ങിയത്. ഒന്നാമത്തെ ചിത്രം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തു വച്ചിട്ടുണ്ട്. കാണാത്തവർ ഒന്നാമത്തെ ചിത്രം കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിന്റെ തുടക്കത്തിൽ ആദ്യ ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ സംഭവിച്ചത്, അതായത് പ്രേതലോകത്തു നിന്നും റോസ് തന്റെ മകളെ ഷാരോണിനെയും രക്ഷിച്ച് വീട്ടിലേക്ക് വരികയും ഹാരി കിടന്നുറങ്ങുന്നതും കണ്ടിരുന്നതല്ലേ. എന്നാൽ ഹാരി വീട്ടിൽ ആരോ വന്നതുപോലെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന് നോക്കിയെങ്കിലും ഭാര്യയെയും മകളെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം റോസും ഷാരോണും ഇപ്പോഴും ഉള്ളത് പ്രേതലോകത്താണ്. ഹാരി പുറത്തു പോയി നോക്കി ആരെയും കാണാത്തതിനാൽ തിരിച്ച് വീട്ടിൽ കയറി നോക്കുമ്പോൾ ദേ കണ്ണാടി വഴി റോസിന്റെ രൂപം കാണുന്നു. എടി, എന്താ ഇത്? നിനക്ക് എന്താ പറ്റിയത്? ഏയ് മനുഷ്യ, എനിക്ക് അധികം സമയം ഇല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഞാൻ ആ സൈലന്റ് ഹില്ലിൽ പ്രേതലോകത്ത് പെട്ടുപോയി. എനിക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അതേപോലെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇനി എന്നെ രക്ഷിക്കാനും കഴിയില്ല. എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. മകളെ നിങ്ങൾ നന്നായി നോക്കണം എന്നൊക്കെ റോസ് പറയുകയാണ്. അതെന്താ നിനക്ക് മാത്രം പുറത്ത് കടക്കാൻ കഴിയാത്തത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ മനുഷ്യ, ഞാനൊരു മുദ്ര കണ്ടു. ആ മുദ്രയുടെ പകുതി മാത്രമേ കിട്ടിയത്. അതിനാൽ ഒരാൾക്ക് മാത്രമേ പ്രേതലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. അതിനാൽ ഞാൻ മകളെ ഷാരോണിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാ. പിന്നെ ഒരു കാര്യം, തീർച്ചയായും ഒരു ദിവസം നമ്മുടെ മകളെ തേടി അവർ വരും. അങ്ങനെ വരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ഷാരോണിനെ അവരുടെ കൂടെ വിടാൻ പാടില്ല. എനിക്കിനി സമയം ഇല്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് റോസ് അവിടുന്ന് മാഞ്ഞു പോവുകയും ഷാരോൺ വീട്ടിലേക്ക് ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ ഷാരോണിന് ഇതുവരെ പ്രേതലോകത്ത് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിലില്ല. എനിക്ക് എന്താ പറ്റിയേ? അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് നിനക്ക് ഒന്നുമില്ല, ഒന്നും പറ്റിയില്ല മോളെ. അമ്മയും നീയും കാറിൽ പോകുമ്പോൾ ആക്സിഡൻ്റായി. നിന്നെ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. നിന്റെ അമ്മ മരിച്ചു പോയി മോളെ എന്ന് ഹാരി കള്ളം പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ആകെ വിഷമമായ ഷാരോണിൻ്റെ കയ്യിൽ നിന്നും സൈലന്റ് ഹില്ലിൽ നിന്നും ഭൂമിയിലേക്ക് വരാൻ സഹായിച്ച ആ മുദ്ര താഴെ വീഴുകയാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒരു 8 വർഷത്തിന് ശേഷം വളർന്നു വലുതായ ഷാരോണിനെ കാണാം. ആരെയോ കണ്ട് ഭയന്ന് കാട്ടിലൂടെയായി ഓടുകയാണ്. വഴിയിൽ സർക്കസ് പോലെ കൂടാരം ഉണ്ട്. ഓടിപ്പോയി അതിനകത്ത് ഒരു വശത്ത് ഒളിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ഒരു അക്വേറിയത്തിൽ ഒരു മീൻ മരിച്ചു വീഴുന്നത് കാണാം. മറ്റൊരു വശത്ത് ഒരു ബൊമ്മ തിരിഞ്ഞ് ഷാരോണിനെ നോക്കുകയാണ്. അത് കണ്ട് ഭയന്ന് ഷാരോൺ അവിടെ നിന്നും വീണ്ടും ഓടിപ്പോയി മറ്റൊരു വശത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തമായ വേഷം ധരിച്ചവർ വന്ന് ഷാരോണിന് ചുറ്റും കൂടി നിൽക്കാൻ തുടങ്ങി. അതേപോലെ ആ ഭീകര രൂപമുള്ള ഡീമൻ വന്ന് ഭയപ്പെടുത്താനും തുടങ്ങി. അവിടെ ചിലരെ കെട്ടി നിർത്തിയിരിക്കുന്ന പോലെയൊക്കെ അവളുടെ കണ്ണിന് അമാനുഷികമായി കാണാനും തുടങ്ങി. അന്നേരം അലസയുടെ രൂപത്തിൽ ഡീമൻ വന്ന്, നീ എന്ത് ചെയ്താലും ശരി, എന്നെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ ഒക്കെ തീയിട്ട് കത്തിക്കാൻ തുടങ്ങി. ഷാരോണിനെയും ഒടുവിൽ തീയിട്ട് കത്തിച്ച് കളയുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ ഷാരോൺ സ്വപ്നം കാണുകയായിരുന്നു. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം കത്തിയെറിയുന്ന പോലെ സ്വപ്നം കണ്ടു എന്ന് പറയുകയാണ്. മോളെ പേടിക്കണ്ട, സ്വപ്നമല്ലേ, റിലാക്സ് ആവൂ. അല്ല അച്ഛ, അത് എപ്പോഴും കാണുന്ന പോലത്തെ സ്വപ്നമല്ല, എന്തൊക്കെയോ വ്യത്യസ്തത ഉണ്ട്. അവരെല്ലാവരും സൈലന്റ് ഹില്ലിലോട്ട് വിളിക്കുന്ന പോലെയുണ്ട് എന്നൊക്കെ ഷാരോൺ പറയുമ്പോൾ, മോളെ നോക്ക്, നീ ഒരിക്കലും അവർ പറയുന്നത് അനുസരിക്കരുത്. പിന്നെ നീ എനിക്ക് സത്യം ചെയ്യ്, ഒരിക്കലും സൈലന്റ് ഹില്ലിലോട്ട് പോകില്ല എന്ന്. പെട്ടെന്ന് പുറകിൽ ആരോ വന്ന് ഹാരിയെ വെട്ടി കൊലപ്പെടുത്തുകയും ആ കാഴ്ച കണ്ട് ഷാരോൺ അലറി ഞെട്ടി ഉണരുകയാണ്. ഇതും ഒരു സ്വപ്നമായിരുന്നു. സ്വപ്നത്തിനുള്ളിൽ മറ്റൊരു സ്വപ്നം. അങ്ങനെ എല്ലാ സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് പതിവ് പോലെ സ്വപ്നത്തിൽ കണ്ടത് അതേപോലെ ബുക്കിൽ വരച്ചു വെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം രാവിലെ, ഇന്നാണ് ഷാരോണിന്റെ 18ാമത്തെ പിറന്നാൾ. ഹാരി സർപ്രൈസായി ഷാരോണിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്താണ് തുറന്നു നോക്കുമ്പോൾ രാത്രി സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിൽ അവൾ ധരിച്ചിരുന്ന അതേ വസ്ത്രമാണ് ഇപ്പോൾ കോയിൻസിഡന്റ് പോലെ അച്ഛൻ ഗിഫ്റ്റ് നൽകിയത്. ആ വസ്ത്രത്തിൽ തന്നെ അവൾ നോക്കി നിൽക്കുമ്പോൾ, എന്തു പറ്റി മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടു അച്ഛാ, എനിക്ക് കോളേജിലേക്ക് പോകാൻ ടൈമായി, ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞ് പോവാൻ നോക്കുമ്പോൾ സ്വപ്നത്തിൽ അച്ഛൻ ഷാരോണിനോട് ഒരു പ്രോമിസ് ചോദിച്ചിരുന്നില്ലേ, സൈലന്റ് ഹില്ലിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്ന്. അതേ വിഷയം ഇപ്പോഴും ഹാരി അവളോട് പറഞ്ഞ് പ്രോമിസ് ചെയ്യിക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ ഷാരോണിന് ആകെ ഷോക്ക്. സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിലും നടക്കുന്നത് കണ്ടിട്ട്. അതിനാൽ ശരി അച്ഛാ, ഞാൻ സൈലന്റ് ഹില്ലിലേക്ക് ഒന്നും പോവില്ല, പ്രോമിസ് എന്ന് പറഞ്ഞ് കോളേജിലേക്ക് പോവുകയാണ്. ശേഷം ഹാരി നേരെ ഷാരോണിന്റെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ
ഷാരോൺ സ്വപ്നത്തിൽ കണ്ടതൊക്കെ വരച്ചു വച്ചിരിക്കുന്നത് കാണുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഷാരോണിന് വീണ്ടും വീണ്ടും സൈലന്റ് ഹില്ലിനെ കുറിച്ച് സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ശേഷം ആ ചിത്രങ്ങൾ ഒക്കെ ഒരു എന്തോ സിമ്പലൊക്കെ വരച്ച മരത്തിന്റെ ബോക്സിൽ ഇട്ട് വെക്കുകയും ചെയ്തു. ഇതേ നേരം കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഷാരോണിന് അവിടെ ഒരാളുടെ രൂപം തുടക്കത്തിൽ സൈലന്റ് ഹില്ലിൽ നഴ്സിന്റെ പ്രേതത്തെ കണ്ടിരുന്നില്ലേ, അതേ രൂപം പോലെ കാണുകയാണ്. അത് നോക്കി നിൽക്കെ ഒരു കാറ് ചീറി പാഞ്ഞു വന്നെങ്കിലും ജസ്റ്റ് മിസ്സിൽ ഷാരോൺ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. അന്നേരം അതൊക്കെ കണ്ടു നിന്ന പോലീസുകാരൻ വന്നിട്ട് എന്ത് പറ്റി, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഷാരോൺ ആ വ്യത്യസ്തമായി കണ്ട ആളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളുടെ മുഖം നോർമലായാണ് കാണുന്നത്. അന്നേരം പോലീസുകാരൻ ഒരു നിമിഷം, നിന്നെ ഞാൻ എവിടെയോ കണ്ടതുപോലെയുണ്ടല്ലോ, നിനക്ക് എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സർ, എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞ് ഷാരോൺ അവിടെ നിന്ന് പോവുകയാണ്. ക്ലാസ്സിൽ എത്തിയ ഷാരോണിനെ കണ്ട് ടീച്ചർ, നീ പുതിയ സ്റ്റുഡന്റ് ആണല്ലേ, നിന്നെക്കുറിച്ച് പറ എന്ന് പറയുമ്പോൾ ഷാരോണിനെ കുറിച്ച് പറയുന്ന സമയത്ത് സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഷാരോണിനെ കളിയാക്കാൻ തുടങ്ങി. അന്നേരം ഷാരോൺ അവളെക്കുറിച്ച് കുറച്ച് കൂടുതലായി എടുത്തു പറയാൻ തുടങ്ങി. എൻ്റെ 11 വയസ്സ് മുതൽ ഇതുവരെയായി ഞാൻ ഒരു 5-6 സ്കൂളിലായി മാറി മാറി ജോയിൻ ചെയ്തു. അതിനാൽ എനിക്ക് അധികം ഫ്രണ്ട്സ് ആരുമില്ല. എന്തെന്നാൽ ഒരാളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പിലാവാൻ പോലും എനിക്ക് ടൈം കിട്ടാറില്ല. അതിനുള്ളിൽ മറ്റൊരു നാട്ടിലേക്ക് താമസം മാറും. ഇതാണ് പതിവ്. അതിനാൽ നിങ്ങളാരും എൻ്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അതൊക്കെ അവിടെയുള്ള കൂപ്പർ എന്നൊരുത്തൻ കുറുകുറുവെന്ന് നോക്കുകയാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് നടന്നു പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ചുറ്റുമുള്ളവരൊക്കെ അപ്രത്യക്ഷമായ പോലെ കാണാം. അതേപോലെ ഷാരോണിന്റെ കാതിന് ആ മന്ത്രവാദിനെ തീയിട്ട് കത്തിക്കണം, തീയിട്ട് കത്തിച്ച് കൊല്ലണം എന്ന് വോയിസ് കേൾക്കാനും തുടങ്ങി. എവിടുന്ന ആ ശബ്ദം എന്നൊരു കൗതുകത്തിൽ ഒരു ക്ലാസ് റൂമിലേക്ക് എത്തി നോക്കുമ്പോൾ തുടക്കത്തിൽ അലസയെ ക്ലാസ് റൂമിൽ വെച്ച് മറ്റു കുട്ടികളൊക്കെ ചേർന്ന് നീ മന്ത്രവാദിനിയാണ്, നിന്നെ തീയിട്ട് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, ആ സീൻ ഇപ്പോൾ ഷാരോൺ കാണുകയാണ്. അതൊക്കെ നോക്കി നിൽക്കെ പെട്ടെന്ന് കറണ്ട് കട്ടാവുകയും അവിടെ മൊത്തം ഇരുട്ടായി മാറുകയും പിന്നീട് കാണുന്നത് അവിടെ മൊത്തത്തിൽ മാറി മറിഞ്ഞ് പഴയ തകർന്ന കെട്ടിടമായി മാറുകയും ചെയ്തു. നോക്കിയാൽ ആ കയ്യും മുഖവും കണ്ണും ചെവിയും വായും കിടുങ്ങാമണി പോലും ഇല്ലാത്ത ആ കൊടൂര പിശാച്ച് ഷാരോണിനെ നോക്കി പോകുന്നു. വേണ്ട, എൻ്റെ അടുത്ത് വരല്ലേ എന്ന് പറഞ്ഞ് ഷാരോൺ ഭയന്ന് പുറകോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് കൂപ്പർ എത്തുകയും അതോടെ ആ സ്ഥലം മാറി മറിഞ്ഞ് പഴയതുപോലെയായി മാറി. എന്തു പറ്റി, എന്തിനാ പേടിച്ച് അലറിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ക്ലാസ് ടൈമിൽ നീ എന്തിനാടാ ഇവിടേക്ക് വന്നത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എടേ, അടുത്ത ക്ലാസ് എവിടെയാണെന്ന് എനിക്കറിയില്ല, അതാ അന്വേഷിച്ച് നടന്നത്, നീ എന്തിനാ ഇവിടെ വന്നത്? എടാ, ഞാനും ക്ലാസ് എവിടെയാ എന്ന് നോക്കുകയാ എന്ന് പറഞ്ഞ് ഷാരോൺ പോവാൻ നോക്കുമ്പോൾ എടേ, ഫ്രീ ആണെങ്കിൽ വാ, നമുക്കൊരു കോഫി കുടിച്ചിട്ട് വരാം. ഇല്ലടാ, എനിക്ക് വരാൻ പറ്റില്ല, ക്ലാസ് ഉണ്ട്. ശരി, എങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് കോഫി ഷോപ്പിൽ പോകാം. വേണ്ട, ഞാൻ വരുന്നില്ല. അതെന്താ, ഞാനും നീയും ഈ കോളേജിൽ പുതുതായി വന്നവരല്ലേ, നമുക്ക് 2 പേർക്കും സംസാരിച്ച് ഒരുമിച്ച് നിന്നാൽ എന്താ തെറ്റ്? എടാ, അതൊന്നും തെറ്റല്ല. പിന്നെ ഞാൻ ഈ കോളേജിലേക്ക് വന്നത് പഠിക്കാനാണ്, അല്ലാതെ മറ്റൊരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കാനല്ല എന്ന് പറഞ്ഞ് ഷാരോൺ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പുറത്തെത്തിയപ്പോൾ മുന്നിലേക്ക് പോലീസുകാരൻ വന്നു നിന്നതും ഷാരോൺ ഒരു നിമിഷം ഭയന്നു പോവുകയും അതിനാൽ കോൾ വന്നതുപോലെ ഫോൺ എടുത്ത് ചെവിയിൽ വച്ചിട്ട് പോലീസിനെ കാണാത്തതുപോലെ അഭിനയിച്ച് ഒരൊറ്റ പോക്ക്. അതേപോലെ ഷാരോണിനെ പോലീസ് ഫോളോ ചെയ്യുന്ന കാര്യം കൂപ്പറും നോട്ട് ചെയ്യുകയാണ്. ഷാരോൺ ആണെങ്കിൽ അച്ഛന് ഹാരിയെ കോൾ ചെയ്ത് തന്നെ ഒരു പോലീസുകാരൻ ഫോളോ ചെയ്യുകയാ, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശരി മോളെ, പേടിക്കണ്ട, നീ ഇപ്പോൾ വീട്ടിലേക്ക് വരണ്ട, വന്നാൽ പോലീസിൽ പെടും, അതിനാൽ മാളിലേക്ക് വാ, ഞാൻ അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് ഹാരി വീടിന്റെ ഡോർ തുറക്കാൻ നോക്കുമ്പോൾ പുറത്തു നിന്നും ആരോ ഡോർ തുറക്കാൻ ട്രൈ ചെയ്യുകയാണ്. അതാരാ എന്ന് ഡോർ തുറന്ന് നോക്കിയതും ആരോ ഒരാൾ ഹാരിയെ പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ ഷാരോൺ ആണെങ്കിൽ അച്ഛൻ വരാൻ പറഞ്ഞ മാളിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് ആ സ്ഥലം വ്യത്യസ്തമായി മാറാൻ തുടങ്ങി. ബലൂണിൽ ഹാപ്പി ബർത്ത്ഡേ അലേസ എന്നും അവിടെ ഭക്ഷണം കഴിക്കുന്നവർ മനുഷ്യ ഇറച്ചി കഴിക്കുന്നതായും ഒക്കെ ഷാരോണിന് കാണാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് ഷാരോണിനെ തേടി പോലീസുകാരനും എത്തുകയാണ്. അത് കണ്ട് ഷാരോൺ എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ മുന്നിൽ ജോക്കർ വേഷത്തിൽ വന്ന് ഭയപ്പെടുത്തുകയും മറ്റൊരു വശത്തു കൂടി ഓടിപ്പോയി കിച്ചണിൽ എത്തിയപ്പോൾ ഒരു കൊടൂര കാഴ്ച. ഒരുത്തനെ തല കീഴായി കെട്ടിത്തൂക്കി താഴെ തീയിട്ട് അവനെ ചുട്ടെടുത്ത്, അതായത് ഷവർമ ഉണ്ടാക്കുന്ന പോലെ ഇറച്ചി വെട്ടിയെടുക്കുകയാണ്. ആ കൊടൂര കാഴ്ച കണ്ട് ഷാരോൺ ഭയന്ന് അലറി ഓടുമ്പോൾ പുറകെ പോലീസുകാരനും ഷാരോൺ നിക്ക് നിക്ക് എന്ന് പറഞ്ഞ് പുറകെ തന്നെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഷാരോണിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവൾ ഒരു ഇരുമ്പ് പൈപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, എന്നെ എന്തിനാ ഫോളോ ചെയ്യുന്നത്? കുഞ്ഞ്, സമാധാനപ്പെട്, എൻ്റെ പേര് തക്കാളി, ഞാനൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ, പിന്നെ നിന്നെ കണ്ടുപിടിച്ച് കൊടുത്താൽ എനിക്ക് കുറെ പണം കിട്ടും, അതിനാ ഞാൻ നിന്നെ ഫോളോ ചെയ്തത് എന്ന് പറയുകയാണ്. അയ്യോ, അതിന് എൻ്റെ പേര് ഷാരോൺ എന്നല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഞാനല്ല. അത് ശരി,
എടി മോളെ, നിന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിന്റെ അച്ഛൻ ഹാരി നിങ്ങൾ താമസിച്ച നാട്ടിൽ ഒരുത്തനെ കുത്തി കൊലപ്പെടുത്തിയിട്ട് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഓരോ നാട്ടിലും കുറച്ച് ദിവസം താമസിച്ച് മാറി മാറി പോയി താമസിക്കുകയല്ലേ? അക്കാര്യവും എനിക്കറിയാം. അയ്യോ സർ, അത് കൊലപാതകം അല്ല, ജീവൻ രക്ഷിക്കാനാ അത് ചെയ്തത്. പ്ലീസ് ഞങ്ങളെ വിട്ട് പോയിക്കോ സർ. എടി മോളെ, നിന്റെ അച്ഛൻ കൊല ചെയ്തത് എനിക്കൊരു വിഷയമേ അല്ല. എനിക്ക് വേണ്ടത് നിന്നെയാണ്. പറഞ്ഞു വന്നാൽ നിന്നെ വേണ്ടത് ഒരു കൾട്ട് ഗ്രൂപ്പിനാണ്. അവർക്ക് വേണ്ടിയാണ് നിന്നെ ഞാൻ ഫോളോ ചെയ്തു വന്നത്. നീ ഇവിടെ ഉണ്ടെന്ന കാര്യം ഞാൻ ആ കൾട്ട് ഗ്യാങ്ങിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ നിന്നെ തേടി വന്നുകൊണ്ടേയിരിക്കുകയാ. ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞ് ലിഫ്റ്റിന്റെ ഗ്രില്ല് ഡോർ അടച്ചു നിൽക്കുകയാണ്. എന്ത് ഞാൻ കള്ളം പറയുന്നതെന്നോ? നിന്റെ അച്ഛനാടി കള്ളം പറയുന്നത്. ഏയ്, എൻ്റെ അച്ഛനെ പറ്റി പറയല്ലേ. അച്ഛൻ ഇത്രയും കാലമായി എന്നോട് ഒന്നും തന്നെ മറച്ചു വെച്ചിട്ടില്ല. ഓഹോ, അങ്ങനെയോ? ശരി, എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിനക്ക് 18 വയസ്സായി. എന്നാൽ ഇപ്പോൾ മുതൽ 9 വർഷം മുൻപ് എന്തൊക്കെയാ നടന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഓർമ്മയിലില്ല. അന്ന് ഞാനും എൻ്റെ അമ്മയും കാറിൽ പോകുമ്പോൾ കാർ ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റിൽ എൻ്റെ ഓർമ്മ ശക്തിയും പോയി, എൻ്റെ അമ്മയും മരിച്ചുപോയി. എടീ, നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ കള്ളമാണ്. എന്തെന്നാൽ അന്ന് നിങ്ങളുടെ കാറിന് വലിയ ആക്സിഡന്റ് ഒന്നും ആയിട്ടില്ല. നീയും നിന്റെ അമ്മ സാറയും സൈലന്റ് ഹിൽ എന്ന ശപിക്കപ്പെട്ട ടൗണിൽ പെട്ടുപോയതാണ്. അവിടുന്ന് നിന്റെ അമ്മ നിന്നെ കഷ്ടപ്പെട്ട് രക്ഷിച്ച് ആ ലോകത്ത് നിന്നും ഭൂമിയിലേക്ക് നിന്നെ കൂട്ടിയിട്ട് വന്നതാണ്. ഒരാൾക്ക് മാത്രമേ ഭൂമിയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. നിന്റെ അമ്മ സൈലന്റ് ഹില്ലിൽ ബാക്കിയായി. നീ സൈലന്റ് ഹില്ലിൽ നിന്നും വന്നെങ്കിലും നിന്നെ അവിടെയുള്ളവർക്ക് ആവശ്യമുണ്ട്. നിന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിന്റെ അച്ഛനോട് തന്നെ ചോദിക്ക്, അപ്പോൾ മനസ്സിലാകും എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഒരു രൂപം വന്ന് കത്തിയെടുത്ത് ഒരൊറ്റ വെട്ടൽ. പോലീസുകാരന്റെ കൈവിരലുകൾ അപ്പാടെ കട്ടായി വീഴുകയും ചെയ്തു. അന്നേരം കൃത്യം ഷാരോൺ പോലീസുകാരനെ പിടിച്ച് ലിഫ്റ്റിൽ വലിച്ചിട്ടതും ലിഫ്റ്റ് ആണെങ്കിൽ മരണവേഗത്തിൽ താഴോട്ട് പോകാൻ തുടങ്ങി. എന്നാലും ആ പിശാച്ച് വിടുന്ന ലക്ഷണമില്ല. വടിവാൾ എടുത്ത് ലിഫ്റ്റ് തകർക്കാൻ ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ ഒടുവിൽ ആ ലിഫ്റ്റ് നേരെ താഴെ ലാൻഡ് ആവുകയും ഹൗ സമാധാനമായി എന്ന് കരുതി ഷാരോൺ ലിഫ്റ്റിൽ നിന്നും പുറത്തിറങ്ങുന്ന തക്കം നോക്കി പോലീസുകാരനെ പിശാച്ച് മേലോട്ട് തൂക്കിയെടുത്ത് പോവുകയും ചെയ്തു. ആകെ ഭയന്ന ഷാരോൺ തന്റെ ജീവൻ രക്ഷിക്കാൻ ലിഫ്റ്റ് വിട്ട് ഓടി ഓടി ഒരു സ്ഥലത്ത് ഒളിഞ്ഞു നിൽക്കുകയാണ്. സ്വെറ്റർ ഊരി മാറ്റി ഒരു വിധത്തിൽ ആ ബിൽഡിങ്ങിന്റെ പുറത്ത് എത്തി നോക്കുമ്പോൾ ആ പോലീസുകാരന്റെ ബോഡി പോലീസുകാർ എടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. ഷാരോണും ആ ബിൽഡിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണെന്ന് കരുതി പോലീസുകാർ ഷാരോണിനെ കൂട്ടിയിട്ട് പോവാൻ നോക്കുമ്പോൾ മറ്റൊരു പോലീസ് കയ്യിൽ ഷാരോണിന്റെ സ്വെറ്റർ കൊണ്ടുവന്ന് കാണിച്ച് ഇത് ആ ബിൽഡിങ്ങിൽ നിന്നും കിട്ടിയതാണ്. ഇതിൽ രക്തക്കറ ഒക്കെ ഉണ്ട്. ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അതേപോലെ കൊല്ലപ്പെട്ട പോലീസുകാരന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ പേഴ്സിൽ ഷാരോൺ എന്നൊരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോയുമുണ്ട്. ഷാരോൺ ആരാ എന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ ഷാരോൺ കാണുകയാണ്. ആ പേഴ്സിലുള്ള ഷാരോണിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ്. എന്തു പറ്റി, എന്തിനാ വെപ്രാളപ്പെടുന്നത് എന്ന് കൂപ്പർ വന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ലടാ, അതൊക്കെ തന്നോട് പറയാൻ കഴിയില്ല എന്നവൾ പറയുകയാണ്. എന്നാൽ കൂപ്പർ വിടാതെ പിന്തുടർന്ന് ചോദിക്കുമ്പോൾ എടാ, നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ ഞാനെങ്ങനെയാ നിന്നോട് പറയുന്നത്? കുറച്ചു നേരം വാപ്പൊത്തി നിൽക്കടാ എന്ന് പറഞ്ഞ് ഷാരോൺ അവളുടെ അച്ഛന് ഫോൺ കോൾ ചെയ്ത് നോക്കിയെങ്കിലും കോൾ പോകുന്നില്ല. ഉടനെ എനിക്ക് കോൾ ചെയ്യ് അച്ഛാ എന്ന് വോയിസ് മെസ്സേജ് അയച്ച് അങ്ങനെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കെ നോക്കിയാൽ ഒരു വശത്ത് വ്യത്യസ്തമായ രൂപങ്ങൾ നിൽക്കുന്നത് ഷാരോണിന് കാണുകയാണ്. എടാ, ആ പാലത്തിൽ എന്തെങ്കിലും രൂപം നിൽക്കുന്നതായി നിന്റെ കണ്ണിന് കാണാൻ പറ്റുന്നുണ്ടോ? രൂപമോ? ഇല്ലല്ലോ, അവിടെ ഒന്നും ഇല്ലല്ലോ എന്നവൻ പറയുകയാണ്. അതേപോലെ ഷാരോൺ ഇപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ രൂപത്തെ കാണാനില്ല. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് ഷാരോണിന്റെ വീടിന്റെ അടുത്ത് എത്തുകയും എടാ മതി, ഇതുവരെ എൻ്റെ കൂടെ വന്നതിന് താങ്ക്സ്, ഇനി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് കൂപ്പറിനെ പറഞ്ഞു വിട്ട് ഷാരോൺ വീടിനകത്ത് കയറി നോക്കുമ്പോൾ സൈലന്റ് ഹില്ലിലേക്ക് വാ എന്ന് രക്തം കൊണ്ട് എഴുതി വച്ചതായി കാണുകയാണ്. ആകെ ഭയന്ന ഷാരോൺ അയ്യോ അച്ഛൻ എന്തു പറ്റി എന്ന് ഭയന്ന് അച്ഛനെ വിളിച്ച് തിരഞ്ഞെങ്കിലും ഹാരിയെ അവിടെ എങ്ങും കാണാനില്ല. ഹാരിയെ നേരത്തെ ആരോ തട്ടിക്കൊണ്ടു പോയതാണല്ലോ. പെട്ടെന്ന് വീടിന്റെ മെയിൻ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് പോയി നോക്കിയാൽ അത് കൂപ്പറായിരുന്നു. അവന് ചുമരിൽ എഴുതിയത് കാണിച്ചു കൊടുത്തപ്പോൾ ഓ മൈ ഗോഡ്, സംതിങ് ഫിഷിംഗ്, നമുക്കിത് ഉടനെ പോലീസിൽ അറിയിക്കണം എന്നവൻ പറയുകയാണ്. ഏയ്, പോലീസിൽ പറയാൻ പാടില്ല, പിന്നെ എന്ത് ചെയ്യാനാ? ഈ സൈലന്റ് ഹിൽ എന്ന സ്ഥലം എവിടെയാ, നിനക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ, ഞാൻ ആ സ്ഥലം എൻ്റെ സ്വപ്നത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അച്ഛൻ സൈലന്റ് ഹില്ലിലോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ സൈലന്റ് ഹില്ലിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. പക്ഷേ ആ സിംബൽ ഞാൻ എവിടെയോ കണ്ടതുപോലെയുണ്ട് എന്ന് പറഞ്ഞ് ഹാരി ഷാരോൺ വരച്ച ചിത്രങ്ങളൊക്കെ എടുത്തു വച്ച ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് എടുത്ത് നോക്കുകയാണ്. അതിലാണ് ചുമരിൽ കണ്ട സിംബൽ ഉള്ളത്. കൂപ്പർ ആ ബോക്സിൽ നിന്നും ഫോട്ടോസൊക്കെ എടുത്തു നോക്കിയിട്ട് ഇതാണോ നിന്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ അതെ, പക്ഷേ എൻ്റെ സ്വന്തം അമ്മ അല്ല, എന്നെ ദത്തെടുത്ത് വളർത്തിയതാണ് എന്നവൾ പറയുകയാണ്. ശേഷം ആ പെട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ
ഷാരോൺ വരച്ച ചിത്രങ്ങളും പിന്നെ തുടക്കത്തിൽ ഷാരോണിൻ്റെ കയ്യിൽ നിന്ന് വീണ ആ മുദ്രയും കാണുകയാണ്. ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഏയ് എനിക്ക് അറിയില്ല, പക്ഷേ ഇത് കാണുമ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗം ഉണ്ടെന്ന് തോന്നുകയാ എന്നവൾ പറയുകയും ആ പെട്ടിയിൽ ഒരു തോക്കുണ്ട് അതും എടുത്ത് നിൽക്കുമ്പോൾ ഷാരോണിനെ പോലീസിൽ ഡൗട്ട് ഉണ്ടല്ലോ, അതിനാൽ ഇപ്പോൾ പോലീസുകാർ പുറത്ത് ഷാരോണിനെ അന്വേഷിച്ച് എത്തുകയും ചെയ്തു. എന്താടി നീ ചെയ്തത്? പോലീസ് എന്തിനാ നിന്നെ ഫോളോ ചെയ്യുന്നത്? ഞാനിപ്പോൾ പോലീസിൽ കീഴടങ്ങിയാൽ ശരിയാവില്ല. എൻ്റെ അച്ഛനെ ആരെക്കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല. ഞാനും അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് നീ സഹായം ചെയ്യണം എന്നവൾ പറയുകയും കൂപ്പർ ഷാരോണിനെയും കൂട്ടി തൽക്കാലം അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. വീടിനകത്ത് എത്തിയ പോലീസുകാർ ചുമരിലെ കാഴ്ചകൾ ഒക്കെ കണ്ട് ഷാരോൺ ഇവിടുന്ന് രക്ഷപ്പെട്ടു, തിരച്ചിൽ ഊർജിതമാക്കണം, എല്ലാവർക്കും അറിയിക്ക് എന്ന് ഓഫീസർ പറയുകയാണ്. ഇതേ നേരം ഷാരോണും കൂപ്പറും രക്ഷപ്പെട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കെ മറ്റേ പെട്ടിയിൽ അച്ഛൻ ഷാരോണിന് വേണ്ടി ഒരു ലെറ്റർ എഴുതി വച്ചിരുന്നു. അതിപ്പോൾ ഓപ്പൺ ചെയ്ത് വായിച്ചാൽ അതിൽ മോളെ ഷാരു, നീ ഈ ലെറ്റർ എപ്പോഴാണോ വായിക്കുന്നത് അന്ന് എന്നെ കാണാത്തതിനാൽ ഇത് നിന്റെ കയ്യിൽ കിട്ടിയതായിരിക്കാം. എന്ത് വന്നാലും എന്നെ നീ കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. അതേപോലെ ഒരു കാരണവശാലും സൈലന്റ് ഹില്ലിലേക്ക് പോകരുത്. എന്തെന്നാൽ നിന്റെ അമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നിന്നെ ഒരിക്കലും സൈലന്റ് ഹില്ലിലേക്ക് വിടില്ല എന്ന്. അതിനുവേണ്ടിയാണ് നിന്നെ തേടി ആര് വന്നാലും അവരിൽ നിന്ന് രക്ഷിച്ചത് എന്നൊക്കെ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് ഷാരോൺ സങ്കടപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അച്ഛനും മോളും എന്തിനാ ഓരോ നാട്ടിലേക്കും താമസം മാറി പോകുന്നത് എന്ന് വെച്ചാൽ കുറച്ച് വർഷം മുൻപ് ഷാരോൺ വീട്ടിൽ ഒറ്റയ്ക്കുള്ള നേരം നോക്കി ഒരുത്തൻ കയ്യിൽ കത്തിയുമായി വന്ന് ഷാരോണിനെ സൈലന്റ് ഹില്ലിലേക്ക് കൂട്ടിയിട്ട് പോകാൻ ട്രൈ ചെയ്തിരുന്നു. കൃത്യസമയത്ത് അച്ഛൻ ഹാരി എത്തി അയാളുടെ നെഞ്ചിൽ പിച്ചാത്തി കുത്തിക്കയറ്റി ഷാരോണിനെ രക്ഷിക്കുകയും അപരിചിതനെ കൊല്ലുകയും ചെയ്തിരുന്നു. അതിനുശേഷം പോലീസിൽ പെടാതിരിക്കാൻ വേണ്ടിയും ഇതേപോലെ ഷാരോണിനെ തേടി മറ്റാരും വരാതിരിക്കാനും വേണ്ടിയാണ് ഹാരി മകളെയും കൂട്ടി ഓരോ നാട്ടിലേക്കും താമസം മാറി പോകുന്നത്. ഷാരോണിനെ കൊല്ലാൻ വന്നത് സൈലന്റ് ഹില്ലിലുള്ള ഒരു കൾട്ട് ഗ്യാങ്ങിൽ പെട്ടവനാണ്. എന്തെന്നാൽ അവൻ്റെ ശരീരത്തിൽ കൾട്ട് ഗ്യാങ്ങിൻ്റെ സിമ്പിൾ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവരൊക്കെ എന്തിനാ നിന്നെ തേടി വരുന്നതെന്നും നിനക്കും അവർക്കും തമ്മിൽ എന്താ ബന്ധം എന്നൊന്നും എനിക്കറിയില്ല. അതേപോലെ ഇക്കാര്യങ്ങൾ ഒക്കെ നിന്നിൽ നിന്നും മറച്ചു വച്ചത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. നിന്നെ ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്നു എന്നൊക്കെ ആ ലെറ്ററിൽ ഹാരി എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഒക്കെ നോട്ട് ചെയ്തു വച്ചിരുന്നു. അതൊക്കെ സൈലന്റ് ഹില്ലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഷാരോണും വായിക്കാൻ തുടങ്ങി. പല വർഷങ്ങൾക്ക് മുൻപ് സൈലന്റ് ഹില്ല് ഒരു പ്രിസൺ കോളനി ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പൂർവിക ഇന്ത്യക്കാർ കുഴിച്ച് മണ്ണിനടിയിൽ വലിയൊരു ബിൽഡിംഗ് നിർമ്മിച്ചിരുന്നു. അവിടെ 100 വർഷമായി ഒരു കൾട്ട് ഗ്യാങ് ഗ്രൂപ്പ് അവിടെ രഹസ്യമായി കഴിയുന്നുണ്ട്. ആ കൾട്ട് ഗ്യാങ് തീവ്ര മതഭ്രാന്തന്മാരാണ്. അതേപോലെ അവർ പല വർഷങ്ങളായി ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി കാത്തിരുന്നു. ആ കുഞ്ഞിനെ വെച്ചാണ് ലോകം അവരുടെ കാൽ കീഴിൽ ആക്കാൻ ശ്രമിക്കുന്നത്. അലേസ എന്നൊരു പെൺകുട്ടിയെ ആഭിചാരത്തിന് വേണ്ടി തീയിട്ട് കത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ സൈലന്റ് ഹില്ലിന്റെ മണ്ണിനടിയിലെ മറ്റൊരു ലോകത്തു നിന്നും ഒരു ഡീമൻ വന്ന് അലസയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി കാവലായി നിൽക്കുകയും അലസയെ വെച്ച് പ്രതികാരം ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിരമിഡ് തലയുടെ രൂപത്തിലുള്ള കൊടൂര സന്തതികൾ അലസയുടെ കാവൽക്കാരാണ്. അലസയ്ക്ക് വേണ്ടി അവർ പലരെയും കൊല്ലും. സോ ആ ഹിസ്റ്ററി ഒക്കെ വായിച്ചുകൊണ്ട് ഷാരോണും കൂപ്പറും നേരെ പോകുന്നത് സൈലന്റ് ഹില്ലിലേക്കാണ്. എന്തിനെന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ സൈലന്റ് ഹില്ലിൽ പെട്ടിട്ടുണ്ടാവും എന്ന് ഷാരോൺ വിശ്വസിക്കുകയാണ്. അച്ഛനെ രക്ഷിക്കാനാണ് പോകുന്നത്. എന്നാൽ പകുതി എത്തിയപ്പോൾ കൂപ്പറിന് എന്തായി എന്നറിയില്ല. എടി, എനിക്ക് നല്ല ക്ഷീണം, ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ല, നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോകാം. അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കാൻ നോക്കിയെങ്കിലും ആ ഹോട്ടലിൽ ആരും തന്നെ ഇല്ല. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ രണ്ടുപേരും ഒരു റൂമിൽ പോയി റിലാക്സ് ആയി സംസാരിക്കാൻ തുടങ്ങി. എടി, നമ്മൾ സൈലന്റ് ഹില്ലിൽ പോകണോ? അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? അത് പിന്നെ നിന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് നിന്നോട് പറഞ്ഞത് അങ്ങോട്ട് പോകരുത് എന്നല്ലേ? കുറെ തവണ ആവർത്തിച്ച് പറഞ്ഞതിനാൽ അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടാകും. അങ്ങനെ ഒരു അപകടം നിറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എന്തിനാ പോകുന്നത്? എടാ, എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ദേ നോക്ക്, നിന്റെ അച്ഛനെ അവർ കടത്തിക്കൊണ്ടുപോയത് നിന്നെ അവിടെ എത്തിക്കാനായിരിക്കും. എന്തും ആവട്ടെ, അച്ഛനെ രക്ഷിക്കണം, അതല്ലാതെ വേറെ എനിക്ക് ഒന്നും ചെയ്യാനില്ല. എടി, നീ പറയുന്നത് ശരിയാണ്, പക്ഷെ പോകുന്ന വഴിക്ക് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ഷാരോണിന് അവനോട് ഒരു ലവ് ഫീലിംഗ്. രണ്ടുപേരും പ്രണയത്തിലായി. പിന്നീട് കാണുന്നത് ബെഡിൽ ഷാരോൺ കിടക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമായിരിക്കും. പെട്ടെന്ന് ഷാരോണിന്റെ മനസ്സിലേക്ക് അലസയുടെ രൂപത്തിലുള്ള ഡീമൻ സൈലന്റ് ഹില്ല് തകർക്കുന്ന പോലെ ഒരു സ്വപ്നം ഷാരോണിന് കാണുകയാണ്. ഞെട്ടി ഉണർന്ന് ഷാരോൺ നോക്കുമ്പോൾ കൂപ്പർ കയ്യിൽ ആ മുദ്രയും പിടിച്ച് എന്തൊക്കെയോ ആലോചിച്ച് ഇരിക്കുന്നത് കണ്ട് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൻ വീണ്ടും സൈലന്റ് ഹില്ലിലേക്ക് പോകുന്നത് വേണ്ട എന്ന് പറയുകയാണ്. എടാ, നമ്മൾ കുറച്ചു മുൻപല്ലേ അവിടെ പോകണം എന്ന് തീരുമാനിച്ചത്, പിന്നെ ഇപ്പൊ നിനക്ക് എന്തു പറ്റി? അവിടെ എൻ്റെ അച്ഛൻ ബാക്കിയായിട്ടുണ്ട്. എടി, നിനക്കറിയോ ആ കൾട്ട് ഗ്യാങ് ഒരു കുഞ്ഞിനെ വളർത്തുന്നുണ്ട് എന്ന്
എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ കുഞ്ഞ് ഞാനാണ്. അത് കേട്ട് ഷാരോൺ ഷോക്കായിട്ട്, എന്താടാ നീ പറഞ്ഞത്? അതേടി, ഞാൻ ആ സൈലന്റ് ഹില്ലിലാണ് ജനിച്ചത്. നിന്നെ സൈലന്റ് ഹില്ലിലേക്ക് കൂട്ടിയിട്ട് പോകാനാണ് ഞാൻ വന്നത്. അതും നിന്റെ സമ്മതത്തോടെ കൂട്ടിയിട്ട് പോകണം എന്നതാണ് എൻ്റെ ജോലി. എന്താടാ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സൈലന്റ് ഹില്ലിനെ കുറിച്ച് വായിച്ചപ്പോൾ സൈലന്റ് ഹില്ലിൽ പോയ ആരും തിരിച്ചു വരില്ല എന്നല്ലേ അറിഞ്ഞത്. പിന്നെ നീ മാത്രം എങ്ങനെ തിരിച്ചു വന്നു? അതിനൊക്കെ പറ്റും. കഷ്ടത അനുഭവിച്ച് സാക്രിഫൈസ് ചെയ്താൽ ആ ലോകത്ത് നിന്നും തിരിച്ചു വരാൻ ഒക്കെ പറ്റും എന്ന് പറഞ്ഞ് കൂപ്പർ വസ്ത്രം പൊക്കി കാണിക്കുകയാണ്. കൾട്ട് ഗാങ്ങിന്റെ സിംബൽ കത്തിക്കൊണ്ട് വരഞ്ഞു വച്ചിട്ടുണ്ട്. അതായത് ഈ സിംബൽ ഉപയോഗിച്ചാണ് കൂപ്പർ ഇവിടെ എത്തിയത്. എടാ ദ്രോഹി, എന്നെ ചതിച്ച് കൊണ്ടുപോകാൻ നിനക്ക് എങ്ങനെ തോന്നി? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ചെറുപ്പം മുതൽ അലസ എന്ന ഡീമനെ കണ്ടു വളർന്നവനാണ്. സൈലന്റ് ഹില്ല് അലസയുടെ കൺട്രോളിലാണുള്ളത്. അതേപോലെ അലസയുടെ പാതിയാണ് നീ. അതിനാലാണ് നിന്നെ കൊണ്ടുപോവാൻ എന്നെ പറഞ്ഞു വിട്ടത്. അലസ ഇപ്പോൾ കൊടൂര പിശാചായി മാറിയെങ്കിലും അവളുടെ പാതിയായ നീ വളരെ നല്ലവളാണ്. അതൊക്കെ കേട്ട് കലിപ്പിലായ ഷാരോൺ, എടാ നീ എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ അച്ഛനെ എന്തിനാ അവർ കടത്തിക്കൊണ്ടുപോയത്? നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടതെങ്കിൽ എന്നെയല്ലേ കൊണ്ടുപോകേണ്ടത്? അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു? അത് പിന്നെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ സൈലന്റ് ഹില്ലിലേക്ക് പോകാൻ പറ്റൂ. തട്ടിക്കൊണ്ടുപോക്ക് നടക്കില്ല. അതിനാലാണ് അച്ഛനെ കൊണ്ടുപോയിട്ട് നിന്നെ അങ്ങോട്ട് വരുത്തുന്ന പോലെ അവർ പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്തത്. ശരി, ഞാൻ എന്തിനാ സൈലന്റ് ഹില്ലിലേക്ക്? എന്നെ എന്ത് ആവശ്യമാ ഉള്ളത്? എടി, സൈലന്റ് ഹില്ലിലുള്ള അലസ എന്ന ഡീമനും നിന്റെ ശരീരവും ഒന്ന് ചേരണം. അതിലൂടെ അവർക്ക് പലതും നേടാൻ സാധിക്കും. അതിനാലാണ് നിന്നെ ആവശ്യമുള്ളത്. എൻ്റെ അച്ഛന് ഒന്നും പറ്റിക്കാണില്ലല്ലോ. അച്ഛന് ഒന്നും സംഭവിക്കില്ല. ഒരു ചർച്ചിലാണുള്ളത്. ഈ മുദ്രയുടെ മറ്റൊരു പാതി കൂടി കണ്ടെത്തിയാൽ മാത്രം സൈലന്റ് ഹില്ലിൽ നിന്നും തിരിച്ചു വരാൻ പറ്റൂ. ഇതിന്റെ പകുതി എൻ്റെ മുത്തശ്ശന്റെ പക്കലാണുള്ളത്. മുത്തശ്ശൻ ആളൊരു കൊടൂര മനുഷ്യനാണ്. ആ മുദ്ര കൂടി കിട്ടാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് കൂപ്പർ ഷാരോണിന്റെ കയ്യിൽ പിടിച്ചതും പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയും എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നേരം വന്നു. അതിനുള്ള നേരം വന്നു. ഈ സ്ഥലം നരകമായി മാറുകയാണ്. അതേപോലെ ഇപ്പോൾ ആ സ്ഥലം ആകെ മാറി സൈലന്റ് ഹില്ലിന്റെ മണ്ണിനടിയിലുള്ള പ്രേതലോകമായി മാറുകയും ചെയ്തു. അതൊക്കെ ഷാരോൺ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കെ പെട്ടെന്ന് ആ കൊടൂര പിശാച്ച് വന്ന് കൂപ്പറിനെ അടിച്ചു വീഴ്ത്തി ഷാരോണിനെയും അടിച്ച് ബോധം കെടുത്തുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് ഷാരോൺ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ സ്ഥലം പഴയതുപോലെ നോർമലായി മാറിയിരുന്നു. എന്നാൽ അവിടെ കൂപ്പറിനെ മാത്രം കാണാനില്ല. എന്നാൽ സേഫ്റ്റിക്ക് എടുത്ത തോക്കും കൂടെ ആ മുദ്രയും എടുത്ത് ഹോട്ടൽ വിട്ട് പുറത്തിറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങി. സൈലന്റ് ഹില്ല് വളരെ അടുത്തായിരുന്നു. ഷാരോൺ നടന്ന് സൈലന്റ് ഹില്ലിലോട്ട് കടക്കുകയും ചെയ്തു. മഞ്ഞു പെയ്യുന്ന പോലെ കത്തിച്ചാമ്പലായി വെണ്ണീർ പറന്നു വീഴുന്നത് ഒക്കെ കണ്ട് ഷാരോൺ കൗതുകത്തോടെ നോക്കി നിൽക്കെ മനുഷ്യരെ കെട്ടി നിർത്തി തീയിട്ട് കത്തിക്കുന്ന പോലെയുള്ള വിഷ്വൽസ് ഒക്കെ പെട്ടെന്ന് ഷാരോണിന്റെ മനസ്സിലേക്ക് വന്നു പോവുകയാണ്. ഏയ് നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊരു വോയിസ്. ആരാണെന്ന് നോക്കിയാൽ അലസയുടെ അമ്മയാണ്. പറഞ്ഞു വന്നാൽ ഷാരോണിന്റെ മുത്തശ്ശി. മോളെ, നീ ഇവിടെ വരാൻ പാടില്ല. അവർ നിന്നെയും ഉപയോഗിക്കും. എന്നിട്ട് ഈ ലോകം അടക്കി വാഴും. അത് കേട്ട് മുത്തശ്ശി, ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നിങ്ങളല്ലേ അലസയുടെ അമ്മ? നിങ്ങൾക്കെങ്ങനെയാ നിങ്ങൾ പ്രസവിച്ച മകളെ തീയിട്ട് കത്തിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, എന്ത് ഞാനോ? ഞാനല്ല, എൻ്റെ മകളെ ഞാൻ ജീവൻ തുല്യം സ്നേഹിച്ചതാണ്. എന്നാൽ അവർ എന്നെ പറ്റിച്ചു. അലസയെ സുഖപ്പെടുത്താം എന്ന് പറഞ്ഞ് അവർ കൂട്ടിയിട്ട് പോയി. അലസ ഒരു മന്ത്രവാദിനിയാണ് എന്ന് പറഞ്ഞ് അവർ എല്ലാവരും ചേർന്ന് തീയിട്ട് കത്തിച്ചു. ശരീരം മൊത്തം കത്തിച്ചു. അവൾ മരിച്ചിരുന്നില്ല. അവൾ അനുഭവിച്ച വേദനയിൽ ഈ നാട്ടിലുള്ള എല്ലാവരെയും ശപിച്ചു. അതിനാലാണ് ഈ നാടും നാട്ടുകാരും ഈ ഒരു അവസ്ഥയിലുള്ളത്. അതേപോലെ നിനക്ക് അറിയാത്ത ഒരു കാര്യം പറയാം. നീയാണ് അലസയുടെ ഒരേ ഒരു മകൾ, എൻ്റെ പേരക്കുട്ടി. അത് കേട്ട് ഞെട്ടിയ ഷാരോൺ, ഇല്ല, അതിന് സാധ്യതയില്ല. ഞാൻ എങ്ങനെയാ അലസയുടെ മകളാകുന്നത്? അത് സത്യമാണ്. അന്ന് അലസയുടെ ശരീരം കത്തി നശിക്കാനായെങ്കിലും അവളുടെ ഉള്ളിൽ നീ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. രക്ഷകനായി അവളുടെ മുൻപിലേക്ക് ഒരു ഡീമൻ വന്നു. അലസ ഡീമനെ കൂട്ടുപിടിച്ചാണ് പക വീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട് കത്തി നശിച്ചില്ല എന്ന അവസ്ഥയിലാക്കി വെച്ചു. അങ്ങനെയാണ് ഈ നാട് ശപിക്കപ്പെട്ടത്. ശരി, അതൊക്കെ പോട്ടെ. എൻ്റെ അച്ഛൻ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അച്ഛനെ നിനക്ക് ഒരിക്കലും രക്ഷിക്കാനും സാധിക്കില്ല. ഇനി നിനക്ക് ഈ സ്ഥലം വിട്ടു പോകാനും സാധിക്കില്ല എന്ന് പറഞ്ഞതും ചർച്ചിലെ അപായ ശബ്ദം മുഴങ്ങാനും തുടങ്ങി. നേരമായി മൊത്തം നരകമായി മാറും. അതിനാൽ പുറത്ത് നിൽക്കുന്നത് ആപത്താണ്. എവിടെയെങ്കിലും ബിൽഡിങ്ങിൽ കയറി ഒളിച്ചു നിൽക്ക്. അത് കേട്ടതും അവിടെ മൊത്തം നരകമായി മാറുന്നതിന് മുൻപേ ഒരു ബിൽഡിങ്ങിൽ പോയി ഒളിച്ചു നിൽക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ മറ്റൊരു റൂമിൽ കയറിയപ്പോൾ അവിടെ ബൊമ്മകളൊക്കെ, അതായത്
അതായത് ഡ്രസ്സിൻ്റെ ഷോപ്പിൽ ഡമ്മിയായി വെക്കാറില്ലേ, അത്തരം ഡമ്മീസ് അതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു വോയിസ് പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒരു ലേഡിയെ ചുറ്റി മൂടി കെട്ടി തൂക്കിയിട്ടുണ്ട്. എന്നെ രക്ഷിക്കണേ എന്നൊരു ലേഡി വോയിസ്. അതാരാ എന്ന ഭാവത്തിൽ കവർ കീറി രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിവിടുന്ന് പോകണം, അവർ നമ്മളെ കൊല്ലാൻ വരും എന്ന് ആ ലേഡി പറയുകയാണ്. അവരോ അതാരാ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഡമ്മി ബൊമ്മകളൊക്കെ മോൺസ്റ്ററിനെ പോലെയായി മാറി ഇവരെ കൊല്ലാൻ ഭാവത്തിൽ വരുമ്പോൾ ഷാരോണും ആ ലേഡിയും ഓടി ഒരു വശത്ത് ഒളിച്ചു നിന്നെങ്കിലും രണ്ടുപേരെയും കണ്ടുപിടിച്ച് കടിച്ച് തിന്നാനായി മോൺസ്റ്റർ വാ തുറന്ന് ട്രൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെന്റിലേറ്റർ വഴി രണ്ടുപേരും രക്ഷപ്പെട്ട് മറ്റൊരു വശത്ത് പോയിക്കൊണ്ടിരിക്കെ രക്ഷയില്ല, ആ ലേഡിയെ മോൺസ്റ്റർ പിടികൂടി വലിച്ചോണ്ട് പോവുകയും ചെയ്തു. മറ്റൊരു വശത്ത് ഷാരോണിന്റെ അച്ഛനെ കാണാം. ഒരു വലിയ പ്രതിമയെ ചേർത്ത് കെട്ടി നിർത്തിയിട്ടുണ്ട്. ആ ചെയ്തത് മറ്റാരുമല്ല, കൂപ്പറിന്റെ അമ്മയാണ്. പേര് ഡാലിയ. എടാ, നിന്നെ ചെറുപ്പം മുതൽ ശ്രദ്ധിച്ച് അത്രയും സ്നേഹിച്ചല്ലേ വളർത്തിയത്. ഒരു പെണ്ണിനു വേണ്ടി എനിക്കേ ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെയാടാ മനസ്സ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഷാരോൺ വളരെ നല്ലവളാണ് എന്ന് കൂപ്പർ പറയുകയാണ്. ഓഹോ, നിങ്ങൾ അത്രയ്ക്കും അടുത്തോ? അവൾ നിന്റെ മനസ്സ് മാറ്റി അല്ലേ? എല്ലാം എൻ്റെ തെറ്റാണ്. ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ ജോലി നിനക്ക് തരാൻ പാടില്ലായിരുന്നു. അത് കേട്ടിട്ടും കൂപ്പർ വീണ്ടും ഷാരോണിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കെ കലിപ്പിലായ ഡാലിയ, എന്താടാ നീ പിരാന്തനെ പോലെ സംസാരിക്കുന്നത്? നിന്റെ മുത്തശ്ശനെ പോലെ നിനക്കും വട്ടായോ എന്ന് പറയുമ്പോൾ മറ്റൊരു റൂമിൽ നിന്നും മുത്തശ്ശൻ്റെ വോയിസ്, അവനോട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവനെ ഒറ്റയടിക്ക് തീർക്ക്, കത്തിച്ച് കള എന്നൊക്കെ മുത്തശ്ശൻ കൊടൂരമായി പറയുകയാണ്. ഏയ് വേണ്ട, ഷാരോണിനെ സേഫായിട്ട് ഇവിടെ കൂട്ടിയിട്ട് വരാനാണ് ഇവനെ ഏൽപ്പിച്ചു വിട്ടത്. എന്തായാലും അവൾ സൈലന്റ് ഹില്ലിൽ കാല് കുത്തിയിട്ടുണ്ട്, അത് മതി എനിക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. എൻ്റെ അനിയത്തിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തു തീർക്കും. അതായത് കഴിഞ്ഞ പാർട്ടിൽ ചർച്ചിലെ മദർ ക്രിസ്റ്റബല്ല ഇല്ലേ, ആ വില്ലത്തിയാണ് ഡാലിയയുടെ അനിയത്തി. എടാ, നീ ആകെ വേറെ മൈൻഡിലാണുള്ളത്. ശരിയാക്കാൻ എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞ് കൂപ്പറിനെ എങ്ങോട്ടോ കൂട്ടിയിട്ട് പോവുകയാണ്. ഈ സമയത്ത് ഷാരോൺ ആണെങ്കിൽ മോൺസ്റ്ററിൻ്റെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തി നോക്കുമ്പോൾ ആ റൂമിൽ ഒരുപാട് ഫയൽസ് ഒക്കെ ഉള്ളത് കണ്ടിട്ട് കൂപ്പർ അവൻ്റെ മുത്തശ്ശൻ്റെ കയ്യിൽ മുദ്രയുടെ ബാക്കി പകുതി മുദ്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, മുത്തശ്ശൻ എവിടെയാ ഉള്ളതെന്നറിയാൻ മുത്തശ്ശൻ്റെ ഫയൽ അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ആ ഫയലും കണ്ടുപിടിച്ച് മുത്തശ്ശൻ ഏത് റൂമിലാണുള്ളത് എന്നും കണ്ടുപിടിച്ച് കീയെടുത്ത് ആ റൂം നോക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു മോൺസ്റ്റർ മുന്നിൽ വന്ന് ഷാരോണിനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ കയ്യിലുള്ള തോക്കെടുത്ത് ആ പിശാച്ചിൻ്റെ തലമണ്ടക്ക് ഒരൊറ്റ പൊട്ടിക്കൽ. അതിൻ്റെ കഥ തീർന്ന്. അങ്ങനെ ഒരു വിധത്തിൽ മുത്തശ്ശൻ്റെ റൂം കണ്ടുപിടിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് പോയപ്പോൾ നോക്കിയാൽ ദേ കൂപ്പറിൻ്റെ മുത്തശ്ശനെ ചങ്ങലക്കിട്ട് നിർത്തിയിരിക്കുന്നു. ഇയാൾ എന്ത് തെറ്റാ ചെയ്തത് എന്നറിയില്ല, മൃഗത്തെ പോലെ കെട്ടിയിട്ടിരിക്കുകയാണ്. മോളെ, നീ എൻ്റെ മുത്തല്ലേ, ഇങ്ങ് അടുത്തു വാ മോളെ. അത് കേട്ട് ഏയ്, ഞാൻ അമ്മാതിരി പൊട്ടത്തിയല്ല. ആരാ നിന്നെ വിട്ടത്? എൻ്റെ മോളാണോ നിന്നെ വിട്ടത്? അല്ല, എൻ്റെ അച്ഛൻ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ആരോ അലറുന്ന വോയിസ് കേൾക്കാൻ തുടങ്ങി. അതാരാ അലറുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓ അതോ, അത് എൻ്റെ പേരക്കുട്ടി കൂപ്പറാണ്, അവന് ശിക്ഷ കൊടുക്കുകയാ. ശരി, ഈ മുദ്രയുടെ ബാക്കി ഭാഗം എവിടെയാ മുത്തശ്ശ? അത് കേട്ട് മോളെ, എൻ്റെ കണ്ണിന് കാഴ്ചശക്തിയില്ല, നീ ഏത് മുദ്രയുടെ കാര്യമാ പറയുന്നത്? അത് എൻ്റെ കയ്യിൽ വെക്ക്, ഞാനൊന്ന് തൊട്ട് തലോടി നോക്കിയിട്ട് പറയാം. അത് കേട്ട് മറ്റൊന്നും ആലോചിക്കാതെ ഷാരോൺ ആ മുദ്ര മുത്തശ്ശൻ്റെ കയ്യിൽ വെച്ചിട്ട് ഈ മുദ്രയുടെ ബാക്കി ഭാഗം കണ്ടെത്താനാ ഞാൻ വന്നത്, എവിടെയാണെന്ന് പറ മുത്തശ്ശ എന്ന് പറയുമ്പോൾ അത് എവിടെയാണെന്ന് നോക്ക്, ആ മുദ്ര എൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് കയ്യിൽ കിട്ടിയ മുദ്രയെടുത്ത് മുത്തശ്ശൻ്റെ ശരീരത്തിലേക്ക് വച്ചതും ഉടനെ മുത്തശ്ശൻ്റെ കണ്ണ് വ്യത്യസ്തമായി മാറുകയും കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ശേഷം ഷാരോണിൻ്റെ കഴുത്തിൽ പിടിച്ച് നീ ഒരു ഡീമനാണ്, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് കൊല്ലാൻ നോക്കുമ്പോൾ ഷാരോണിൻ്റെ കയ്യിലാണല്ലോ തോക്കുള്ളത്. ചറപറാന്ന് മുത്തശ്ശൻ്റെ ദേഹത്തേക്ക് പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയെങ്കിലും മുത്തശ്ശൻ മരിച്ചില്ല. കാരണം ആ മുദ്ര ഉള്ളത് മുത്തശ്ശൻ്റെ ശരീരത്തിലാണ്. അതിൻ്റെ പവർ വളരെ വളരെ വലുതാണ്. ഷാരോണിനെ ഇട്ട് ഒരൊറ്റ അടി ഓളെ ബോധം തന്നെ പോയി. ശേഷം അവളെ പൊക്കിയെടുത്ത് തോളിലിട്ട് എവിടേക്കോ കൊണ്ടുപോകാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഷാരോണിന് ബോധം വരികയും രണ്ട് മുദ്രകളും ഉള്ളത് മുത്തശ്ശൻ്റെ ശരീരത്തിലാണല്ലോ. രണ്ട് മുദ്രയും തപ്പിയെടുത്തതും സ്പോട്ടിൽ മുത്തശ്ശൻ ഭസ്മം പോലെയായി പൊട്ടിത്തെറിച്ച് മുത്തശ്ശൻ്റെ കഥയും തീർന്ന്. രണ്ട് മുദ്രകളും എടുത്ത് ഷാരോൺ അവളുടെ അച്ഛനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. രണ്ട് മുദ്ര ഉള്ളതിനാൽ ഷാരോണിനും ഹാരിക്കും സൈലന്റ് ഹില്ലിൽ നിന്നും തിരിച്ച് ഭൂമിയിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഇപ്പോൾ അടുത്ത് അലസയുടെ ക്ലോൺ രൂപത്തിലുള്ള ഡീമൻ ഉണ്ടെന്ന് ഷാരോണിന് ഫീൽ അടിക്കുകയും അലസ, നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ഒരു പിശാച്ച് വന്ന് ഷാരോണിൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുമ്പോൾ കയ്യിലേക്ക് ഒരൊറ്റക്കടി. തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുമ്പോൾ നോക്കിയാൽ അവിടെയുള്ള സെല്ലിൽ നിന്നും ഒരുപാട് പേർ കൈ നീട്ടി ഷാരോണിനെ പിടികൂടാൻ വിരളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാരോൺ ഭയന്ന് നിൽക്കുമ്പോൾ ദേ അലസയുടെ കാവൽക്കാരനായ ഭീകരൻ കയ്യിൽ കോടാലി പോലത്തെ കത്തിയുമായി വന്ന്
വന്ന് സെല്ലിൽ നിന്നും പുറത്തേക്ക് കൈ നീട്ടിയവരുടെ കൈയെല്ലാം ചൾക്ക് ബൾക്ക് വെട്ടിയെടുത്തോണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൊഡുരോൽസ്കി കാഴ്ച കണ്ട് നിൽക്കാനാവാതെ ഷാരോൺ ഭയന്ന് അവിടെയുള്ള ഒരു ചെറിയ കുഴിയിൽ ചാടി ഒളിഞ്ഞു നിന്ന് മെല്ലെ മെല്ലെ ആ കൊടൂര കാഴ്ച കണ്ടോണ്ടിരിക്കെ ഒടുവിൽ ഭീകരൻ എല്ലാവരുടെയും കൈ വെട്ടി വിളവെടുത്ത് പൊരിക്കാനായിരിക്കും കൊണ്ടുപോയ ശേഷം അതുവഴി കൂപ്പറിനെ സ്ട്രക്ചറിൽ കിടത്തി ശിക്ഷിക്കാൻ ചില മാസ്ക് ധരിച്ചവർ കൊണ്ടുപോകുന്നത് ഷാരോൺ കാണുകയാണ്. അവളും പുറകെ ഫോളോ ചെയ്തു പോവാനും തുടങ്ങി. കൂപ്പറിനെ കൊണ്ടുപോയത് നഴ്സുമാരുള്ള ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ്. ആ നഴ്സിന്റെ മുഖത്തേക്ക് വെളിച്ചം വീണാൽ അവർ പ്രേതമായി വരുമല്ലോ. എന്നാൽ വെളിച്ചം മാത്രമല്ല, ശബ്ദം കേട്ടാലും പ്രതിമയെ പോലെ നിൽക്കുന്ന നഴ്സുമാർ പ്രേതമായി മാറും. സ്ട്രക്ചറിന്റെ ശബ്ദം കേട്ട് എല്ലാവരും ജീവൻ വെച്ച പോലെയായി മാസ്ക് ധരിച്ചവരെ കത്തികൊണ്ട് വെട്ടി കൊല്ലുകയും ചെയ്തു. കൂപ്പറിനെ ആണെങ്കിൽ സ്ട്രക്ചറിൽ കെട്ടിക്കിടത്തിയിട്ടാണുള്ളത്. ശബ്ദമുണ്ടായാൽ അവൻ്റെ കഥയും തീരും. ശ്വാസം അടക്കിപ്പിടിച്ച് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ സൈലൻ്റായി കിടക്കുമ്പോൾ കൃത്യം അവിടേക്ക് ഷാരോൺ എത്തി. പൂച്ചയെ പോലെ പമ്മി നടന്നുപോയി സ്ട്രക്ചറിലെ കെട്ടൊക്കെ അഴിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല. അതിനാൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെയോ ആയി തിരിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി ഒടുവിൽ ബെൽറ്റൊക്കെ ഊരി മാറ്റി കൂപ്പറിനെയും രക്ഷിച്ച് ആ റൂം വിട്ട് പോവുകയും ചെയ്തു. നഴ്സുമാരൊക്കെ ശബ്ദം നിലച്ചതിനാൽ ബാറ്ററി ഊരി മാറ്റിയ ബൊമ്മയെ പോലെ നിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ഓടി ഒരു പാർക്കിന് മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ പാർക്കിൽ നിൽക്കുന്നതായാണ് തുടക്കത്തിൽ ഷാരോൺ സ്വപ്നം കണ്ടത്. അവിടെ മാസ്ക് ധരിച്ച് ഡാലിയയുടെ കാവൽക്കാർ കറങ്ങി നടക്കുന്നത് കണ്ട് ഇവർ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അവരുടെ ദിശ മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ആ തക്കത്തിന് നീ നിന്റെ അച്ഛനെ അന്വേഷിക്ക് എന്ന് കൂപ്പർ പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്ത് നേരെ കാവൽക്കാരുടെ അടുത്ത് പോയി ശ്രദ്ധ ആകർഷിച്ച് മറ്റൊരു വശത്തേക്ക് ഓടിപ്പോവുകയാണ്. 3 കാവൽക്കാരിൽ 2 പേർ കൂപ്പറിന്റെ പുറകെ ഓടിപ്പോയെങ്കിലും ഒരുത്തൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് ഷാരോൺ ആ കാവൽക്കാരന്റെ മുഖംമൂടി ഊരി മാറ്റിയതും അവന് എന്തായി എന്നറിയില്ല. തുരാന്ന് ശരീരം അലിഞ്ഞു വീണ് കാവൽക്കാരന്റെ കഥ തീർന്ന്. എന്നാൽ മറ്റ് കാവൽക്കാർ ഷാരോണിനെ പിടികൂടാനായി വരികയും ഷാരോൺ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഓടിപ്പോയി ഒരു ഭാഗത്ത് ഒരു കുന്ത്രാണ്ടത്തിൽ ഒളിഞ്ഞു നിൽക്കുകയാണ്. നോക്കിയാൽ ചുറ്റിലും തീ പിടിച്ച് അടുത്തേക്ക് വരാൻ തുടങ്ങി. അന്നേരം അലസയുടെ ഡെവിൾ രൂപം ഉണ്ടല്ലോ, അത് വന്നു പറയുന്നു, നീ പിറന്നത് മുതൽ നമ്മൾ 2ആയി പിരിഞ്ഞു. ഞാനാണെങ്കിൽ നരകത്തിൽ കഷ്ടപ്പെട്ട് ഉരുകി ജീവിക്കുന്നു. എന്നാൽ നീ സ്വർഗം പോലത്തെ ഭൂമിയിൽ പോയി നിന്റെ അച്ഛൻ്റെ കൂടെ സന്തോഷിച്ച് സുഖമായി ജീവിക്കുകയാണല്ലേ. ഞാൻ അനുഭവിക്കുന്നതിൻ്റെ 100ൽ 1% പോലും നീ അനുഭവിച്ചിട്ടില്ല. അതിന് നിങ്ങൾ ഡീമനല്ലേ, പിശാചല്ലേ, എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയാണ്. എങ്കിൽ നീയാണോ എനിക്ക് സ്വപ്നത്തിൽ ഓരോന്നും കാണിച്ചു തരുന്നത്? അതെ, ഞാനാണ്. ശരി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല. എൻ്റെ അച്ഛനെ രക്ഷിക്കണം. അതിന് അത് നിന്റെ അച്ഛനല്ലല്ലോ. ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച വേദന നീയും അനുഭവിക്കണം. അതിന് നീയും ഞാനും ഒന്നായി മാറണം എന്ന് പറഞ്ഞ് ആ ഡെവിൾ ഷാരോണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കവേ അവിടെ മൊത്തം തീ പിടിച്ച് കത്തിച്ചാമലായി. എല്ലാ ശക്തിയും ഷാരോണിൻ്റെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് ഷാരോൺ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ സ്ഥലം പഴയതുപോലെ നോർമലായി മാറുകയും ചെയ്തിരുന്നു. അവസാനം അവളുടെ അച്ഛൻ എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ശേഷം ഡാലിയയോട് നിനക്ക് എന്നിൽ നിന്നും എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കൾട്ട് ഗാങ്ങിൻ്റെ ദൈവത്തെ ഭൂമിയിൽ അവതരിപ്പിക്കാൻ ജനിപ്പിക്കാൻ നിന്നെ ഞങ്ങൾക്ക് വേണം. മാത്രമല്ല നീ അലസയെ മൊത്തത്തിൽ നശിപ്പിച്ചു. 2 മുദ്രകളും ഒന്നായതോടെ അലസ ഇല്ലാതായി. നീയാണ് ഞങ്ങൾക്ക് രക്ഷകയായത് എന്നൊക്കെ ഡാലിയ പറയുമ്പോൾ ശരി, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം, എൻ്റെ അച്ഛനെ വെറുതെ വിട് എന്ന് പറയുകയാണ്. ഏയ് ചെല്ലക്കുട്ടി, അതെങ്ങനെ വിടാൻ പറ്റൂ? അച്ഛൻ്റെ ജീവൻ ഇവിടെ വെച്ച് പോകും. എനിക്ക് നിന്റെ ശരീരവും വേണം. അത് ഞങ്ങൾക്ക് താ. നിന്റെ കയ്യിലുള്ള ആ കൂട്ടിച്ചേർത്ത മുദ്ര അതെനിക്ക് താ. അത് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ വിളിക്കാൻ പറ്റൂ. അത് കേട്ട് മുദ്ര നീട്ടിപ്പിടിച്ച് ശരി, ഇതാ എടുത്തോളൂ, നിങ്ങളുടെ ദൈവത്തെ ഞാനും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു നിൽക്കവേ ഡാലിയയും ആ മുദ്ര എടുക്കാൻ കൈവച്ചതും ഷാരോണിന്റെ ശരീരത്തിലുള്ള അലസയുടെ നരകശക്തി കാരണം ഡാലിയയുടെ രൂപം മാറി ഒറിജിനൽ രൂപമായി മാറുകയും ചെയ്തു. സുന്ദരിയായിരുന്ന ഡാലിയയുടെ ആ ഒറിജിനൽ മുഖം ഇപ്പോൾ എല്ലാവരും കണ്ടതോടെ ഇൻസ്റ്റഗ്രാമിൽ ഫിൽറ്റർ ഇട്ട പെൺകുട്ടിയെ നേരിട്ട് കണ്ടതുപോലെ ഭയന്ന് ഓടിപ്പോവാൻ തുടങ്ങി. കൾട്ട് ഗാങ്ങിന്റെ ലീഡറാണ് ഡാലിയ. തൻ്റെ ഭംഗിയില്ലാത്ത രൂപം എല്ലാവരും കാണാൻ കാരണം ഷാരോൺ ആണെന്ന് പറഞ്ഞ് കലിപ്പിലായ ഡാലിയ വാളെടുത്ത് ഷാരോണിനെ വെട്ടാൻ നോക്കുമ്പോൾ കൃത്യം അവിടേക്ക് അലസയുടെ കാവൽക്കാരൻ ഭീകരൻ വന്ന് കത്തി കുറുകെ വെച്ച് അലസയുടെ ജീവൻ രക്ഷിക്കുകയാണ്. നരകശക്തി ഇപ്പോൾ ഷാരോണിന്റെ അകത്താണല്ലോ ഉള്ളത്. അതിനാൽ ഭീകരന്മാർ ഷാരോണിനെ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ പിരമിഡ് തലയൻ ഡാലിയയുമായി പൊരിഞ്ഞ യുദ്ധം. ഡാലിയ ആണെങ്കിൽ ഭീകരന് പലതവണ വെട്ടിയെങ്കിലും അവസാന ഘട്ടത്തിൽ ഭീകരൻ വാൾ വീശി ഡാലിയ
ആര്യയുടെ കഴുത്തിലേക്ക് ഒരൊറ്റ വെട്ട്. അതോടെ അതിൻ്റെ കഥയും കഴിഞ്ഞു. അതിനുശേഷം അച്ഛനെയും രക്ഷിച്ച് ഷാരോണും കൂപ്പറും ഹാരിയും പുറത്ത് കടന്ന് നടക്കാൻ തുടങ്ങി. ഷാരോണിൻ്റെ കയ്യിലാണല്ലോ മുദ്രയുള്ളത്. അത് വെച്ച് 3 പേരും സൈലന്റ് ഹില്ലിൽ നിന്ന് പുറത്ത് കടക്കാൻ നോക്കുമ്പോൾ, ഇല്ല, ഞാൻ വരാൻ ആയിട്ടില്ല, എൻ്റെ ജോലി തീർന്നിട്ടില്ല, നിങ്ങൾ 2 പേരും പോയിക്കോ എന്ന് ഹാരി പറയുകയാണ്. എന്തു പറ്റിയച്ചാ, എന്ത് ജോലിയാ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ നീ ഇവിടെ വന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചു, എന്നാൽ ഓൾറെഡി ഇവിടെ വന്ന് പെട്ടുപോയ നിന്റെ അമ്മയെ രക്ഷിക്കണ്ടേ? റോസ് ഇവിടെ എവിടെയോ ഉണ്ട്, അവളെ ഞാൻ കണ്ടുപിടിച്ച് അവളെയും കൂട്ടി ഞാൻ വരാം, നിങ്ങൾ 2 പേരും പോയിക്കോ എന്ന് പറഞ്ഞ് ഹാരി 2 പേരെയും സൈലന്റ് ഹില്ലിൽ നിന്നും ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ട് ശേഷം ഹാരി തൻ്റെ ഭാര്യയെ റോസിനെ അന്വേഷിച്ച് സൈലന്റ് ഹില്ലിൽ ഓരോ ഭാഗത്തായി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. പിരമിഡ് തലയൻ ആണെങ്കിൽ ഒരു വശത്ത് കോടാലി പോലത്തെ വാളും പിടിച്ച് നടക്കുന്ന പോലെ കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.